സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പഞ്ചാശീതിതമോധ്യായ. 85-ാമത്തെ അധ്യായത്തില് 40 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദേവകിയുടെ അഭ്യർത്ഥന പ്രകാരം കംസനാൽ കൊല്ലപ്പെട്ട അവരുടെ 6 മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ രാമകൃഷ്ണന്മാരോട് അഭ്യർത്ഥിക്കുകയും അവർ അതനുസരിച്ച് സുതലത്തിലേക്ക് പോയി മഹാബലി അവരെ സ്തുതിച്ച് സ്വീകരിച്ചിരുത്തുന്നു. മരീചിക്ക് ഊർണയിൽ പിറന്ന 6 മക്കൾ ബ്രഹ്മാവ് സ്വന്തം മകളായ സരസ്വതിയെ പ്രാപിക്കാൻ ശ്രമിച്ചപ്പോൾ പരിഹസിച്ചു. അതിന്റെ ഫലമായി ബ്രഹ്മാവ് അവരെ അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ അവരെ ഹിരണ്യകശിപുവിന്റെ 6 മക്കളായി ജനിച്ചു. അത് കഴിഞ്ഞാണ് ദേവകിയുടെ ഗർഭത്തിൽ ജനിച്ചത്. അങ്ങനെ കംസനാൽ കൊല്ലപ്പെട്ടു. അവര് ഇപ്പോൾ സുതലത്തിലാണ്. അപ്പോൾ കൃഷ്ണൻ അവരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ദേവകിക്ക് കൊടുക്കുന്നു. ദേവകി അവരെ മടിയിൽ പിടിച്ചിരുത്തി ചുംബിക്കുന്നു, സ്തന്യ നൽകുന്നു. അപ്പൊ കൃഷ്ണന്റെ മായയിൽ മോഹിച്ച് ദേവകി വളരെ സന്തോഷവതിയായി. അത് കഴിഞ്ഞ് അവർക്ക് കൃഷ്ണന്റെ സ്പർശനം മുഖേന ആ കുട്ടികൾക്ക് അവരുടെ പൂർവ്വജന്മ സ്മരണയുണ്ടായി. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പോയി. അവർക്ക് മോക്ഷപ്രാപ്തിയും ഉണ്ടായി. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41-42. ദൈത്യദാനവ ഗന്ധർവ സിദ്ധ വിദ്യാന്ത്രാചാരണാം യക്ഷരക്ഷ പിശാചശ്ച ഭൂതപ്രമഥ നായകാഃ വിശുദ്ധ സദ്വധാമ്യർത്ഥ ത്വയി ശാസ്ത്ര ശരീരിണി നിത്യം നിബദ്ധ വൈരാസ്തേ വയം ചാന്യേ ച താദൃശാഃ. മഹാബലി കൃഷ്ണനെയും രാമനെയും കണ്ടപ്പോൾ വളരെ സന്തോഷവാനായി അവരെ സ്വീകരിച്ച് അവരെ സ്തുതിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ 2 ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബാക്കിയുള്ളതാണ് ഇനി വരുന്നത്. ദൈത്യ ദാനവ ഗന്ധർവ. മഹാബലി പറയുകയാണ്, ദൈത്യന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധ വിദ്യാധരന്മാർ, യക്ഷരക്ഷസ്, പിശാചുക്കൾ, പിന്നെ ഭൂത പ്രമഥ നാഥ, ഭൂതങ്ങൾ, പ്രമഥ ഗണാധിപന്മാർ, തേ അവരും, വയം ഞങ്ങളും, താദൃശ അപ്രകാരമുള്ള അന്യരും, വിശുദ്ധ സത്വധാംനി വിശുദ്ധമായ സത്വഗുണത്തിന്റെ സ്ഥാനമായും, ശാസ്ത്ര ശരീരിണി ശാസ്ത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയതുമായ തൊയ് അങ്ങയിൽ, നിത്യം എപ്പോഴും, നിബദ്ധ വൈരാ അർത്ഥ എപ്പോഴും വൈരത്തോടു കൂടിയവരാണ് നിശ്ചയം. അപ്പൊ ഞങ്ങളെല്ലാം എപ്പോഴും അങ്ങയോട് അതായത് അസുരന്മാര്, ദാനവന്മാര്, ഗന്ധർവന്മാര് ഇവരെല്ലാം ശുദ്ധ സത്വസ്വരൂപയായ ശാസ്ത്രസ്വരൂപനായ അങ്ങയിൽ നിത്യ വൈരം ഉള്ളവരാണ്. ദൈത്യദാനവ ഗന്ധർവ സിദ്ധ വിദ്യാന്ത്രചാരണ രക്ഷപിശാചാശ്ച ഭൂതപ്രമഥ നായക വിശുദ്ധ സദ്വതാമ്യഥ ത്വയി ശാസ്ത്ര ശരീരിണി നിത്യം നിബദ്ധ വൈരാസ്തേ വയം ചാന്യേ ച താദൃശാഃ. ശ്ലോകം 43. കേചനോ ഉദ്ബദ്ധ വൈരേണ ഭക്ത്യാ കേചന കാമദ ന തഥാ സത്വസംരപ്ത സന്നികൃഷ്ടാസുരാദയഃ. കേചന ഉദ്ബദ്ധ വൈരേണ. കേചന ചിലർ, ഉദ്ബദ്ധ വൈരേണ ഏറ്റവും ബന്ധിക്കപ്പെട്ട വൈരത്തോടു കൂടിയ ഭക്തി കൊണ്ടും. ഇപ്പൊ ഭഗവാനെ പ്രാപിക്കേണ്ട വഴികളാണ്. ചിലർ വൈരാഗ്യമുള്ള ഭക്തി കൊണ്ടും, കേചന ചിലർ കാമം കൊണ്ടും, യഥാ ഏതുവിധം സന്നികൃഷ്ട സമീപസ്ഥരായി ഭവിച്ചുവോ
സത്വസംരപ്ത സത്വഗുണവേഗതയോടുകൂടിയ സുരാതയ ദേവന്മാർ മുതലായവരും തഥാ അപ്രകാരം ന സന്നികൃഷ്ടരാകുന്നില്ല. അതായത് ശിശുപാലൻ തുടങ്ങിയവര് ഭഗവാനോട് ബദ്ധ വൈരമുള്ളവരാണ്. പക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ മുക്തി ലഭിച്ചു. അതുപോലെ ഗോപസ്ത്രീകൾ കാമം മൂലമാണ് ശ്രീകൃഷ്ണനെ പ്രാപിച്ചത്, അവർക്കും പെട്ടെന്ന് ലഭിച്ചു. എന്നാൽ സത്വഗുണിയായ ദേവന്മാർ അത്ര പെട്ടെന്ന് അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്നില്ല. കേചനോദ്ബദ്ധ വൈരേണ ഭക്ത്യാ കേചന കാമത ന തഥാ സത്വസംരപ്ത സന്നികൃഷ്ടാസുരാദയാ. 44. ഇതമിത്തമിതി പ്രായ തവ യോഗേശ്വരേശ്വര ന വിദന്ത്യപി യോഗേശ യോഗമായാം കുതോ വയം. ഇതം ഇതി പ്രായ തവ യോഗേശ്വരേശ്വര. യോഗേശ്വരന്മാർക്കും ഈശ്വരനായുള്ളവനെ. യോഗേശ അഭി, രണ്ടാമത്തെ വരിയാണ്. ന വിദന്തി അഭി യോഗേശാഭി, യോഗേശന്മാരും തവ അങ്ങയുടെ യോഗമായയെ ഇപ്രകാരം ഇതി എന്ന് പ്രായേണ ന വിദന്തി അറിയുന്നില്ല. അങ്ങയുടെ മായയെ യോഗേശ്വരന്മാർ കൂടി ഇന്ന വിധമെന്ന് അറിയുന്നില്ല. ഭയം ഞങ്ങൾക്കുതാ, പിന്നെ ഈ അസുരന്മാരായ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയുടെ മായയെ അറിയുന്നത് എന്ന് മഹാബലി ചോദിക്കുകയാണ്. ഇതമിത്തമിതി പ്രായ തവ യോഗേശ്വരേശ്വര ന വിദന്ത്യപി യോഗേശ യോഗമായാം കുതോ വയം. ശ്ലോകം 45. തത്ന പ്രസീത നിരപേക്ഷ വിമൃഗ്യ യുഷ്മത് പാദാരവിന്ദതിഷണാന്യ ഗൃഹാന്തകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാംഘ്രി ഉപലബ്ധ വൃത്തി ശാന്തോ യദൈക ഉദ സർവസഹൈച്ചരാമി. തത്ന പ്രസീത നിരപേക്ഷ വിമൃഗ്യ യുഷ്മത് പദാരവിന്ദതിഷണ അന്യ ഗൃഹ അന്തകൂപാത്. ഒരു സമസ്ത പദമാണ്. നിരപേക്ഷന്മാരാൽ വിമൃഗ്യ അന്വേഷിക്കപ്പെടുവാൻ യോഗ്യമായ യുഷ്മത് പദാരവിന്ദ തിഷണ, അങ്ങയുടെ പദാരവിന്ദ ആശ്രയത്തിൽ നിന്ന് അന്യമായ ഗൃഹാന്തകൂപ, ഗൃഹാദികളാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് നിഷ്ക്രമിച്ചിട്ട്, അതായത് യോഗീശ്വരന്മാർ അന്വേഷിക്കുന്ന അങ്ങയുടെ പാദപത്മത്തെ ആശ്രയിക്കുന്നവരായി ഞങ്ങൾ ഭവിക്കണം. അല്ലാതെ അന്യമായ കൂപങ്ങളിൽ പൊട്ടക്കിണറ്റിൽ പതിച്ചിട്ട് കേവല ദുഃഖങ്ങൾ മാത്രം കാരണമാകയാൽ വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ പതിക്കിയാൽ അവിടെ കിടന്ന് കഷ്ടപ്പെടാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ഗൃഹാദികൾ ആസക്തി ഇല്ലാത്തവരായി അതിനെ ഉപേക്ഷിച്ചിട്ട്, അതാണ് പൊട്ടക്കിണറ്റിൽ നിന്ന് നിർഗമിച്ചിട്ട്, അപ്പൊ അജ്ഞാനമാകുന്ന ആ സംസാരത്തിൽ നിന്ന് അതിനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് വിശ്വശരണാംഘ്രി ഉപലബ്ധി വൃത്തി, വിശ്വത്തിന്റെ രക്ഷിതാക്കന്മാരുടെ ആ പാദപത്മത്തെ ഞങ്ങൾ ആശ്രയിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ വൃക്ഷങ്ങളുടെ മൂലത്തിൽ നിന്ന് അംഘ്രി ഉപലബ്ധി വൃത്തി. ഇപ്പം വൃക്ഷങ്ങൾ എന്താണ് ചെയ്യുന്നത്? വൃക്ഷങ്ങൾ എല്ലാ പ്രാണികൾക്കും ഫലങ്ങളും അതിന്റെ മൂലങ്ങളും എല്ലാം നൽകുന്നു. എന്നിട്ട് കൊഴിഞ്ഞു വീഴുന്ന ഇലകളോ അത് മറ്റുള്ളവർക്ക് ശയ്യയായിട്ട് കൊടുത്ത് സകലരെയും ഒരു ഭേദഭാവന കൂടാതെ രക്ഷിക്കുകയാണ് വൃക്ഷാദികൾ ചെയ്യുന്നത്. അവരുടെ ചുവട്ടിൽ ചെന്നിരുന്ന് തണല് കൊള്ളാം, അതുപോലെ ഫലമൂലങ്ങൾ ഭക്ഷിക്കാം, കിടക്കാം, അവയുടെ ഇല കിടക്കയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അതുപോലെ അന്യസംസർഗമില്ലാത്തവരും ശാന്തരുമായി ഏകാഗിയായി സഞ്ചരിക്കാൻ തക്കവിധം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം. ശാന്തരായി ഏകഹ ഒരുവനായി ചരാമി സഞ്ചരിക്കുന്നേ, അല്ലെങ്കിൽ സർവസഖൈ സകലരുടെ ഇഷ്ടത്തോടുകൂടി യഥാചരാമി എങ്ങനെ ചരിക്കുമോ തത് അപ്രകാരം നഖ ഞങ്ങളുടെ നേരെ
പ്രസാദിക്കണം. സകല പ്രാണിവർഗങ്ങളെ ഒരുപോലെ സ്നേഹിക്കുന്ന മഹാന്മാരായ സജ്ജനങ്ങൾ അല്ലെങ്കിൽ പരമഹംസന്മാർ, അവരുടെ സ്നേഹത്തിന് പാത്രമായി അവരോട് കൂടി ചേർന്ന് സഞ്ചരിക്കാൻ സാധിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒന്നേ അങ്ങയുടെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാകണം. ഞങ്ങളുടെ ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് ഞങ്ങളെ കരകയറ്റാൻ അനുഗ്രഹിക്കണം. പിന്നെ ഏകാഗികളായി സഞ്ചരിക്കുന്ന സജ്ജനങ്ങള് അല്ലെങ്കിൽ പരമഹംസന്മാര്, അവരോട് സംസർഗമുണ്ടാകണം. അവരുടെ സ്നേഹത്തിന് പാത്രമായി ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തക്ക വിധം അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ്. അപ്പൊ ഞങ്ങളെ ഈ സംസാരത്തിൽ നിന്ന് അങ്ങ് രക്ഷിക്കണം. സജ്ജനങ്ങളുമായുള്ള ചേർച്ച അല്ലെങ്കിൽ പരമഹംസന്മാരുമായുള്ള ചേർച്ചയുണ്ടാകണം. അങ്ങയുടെ പാദപത്മങ്ങളിൽ ഞങ്ങൾക്ക് സ്മരണയുണ്ടാകണം. പാദപത്മങ്ങളെ ആശ്രയിക്കുകയാണ് ഞങ്ങൾ. അതിനെ സേവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. തന്നെ പ്രസീത നിരപേക്ഷ വിമൃഗ്യ യുഷ്മത് പദാരവിന്ദ തിഷണാന്യ ഗൃഹാന്തകൂപാത് നിഷ്ക്രമ്യ വിശ്വശരണാംഗ്രി ഉപലബ്ധ വൃത്തി ശാന്തോ യഥൈക ഉദ സർവ സഹൈശ്ചരാമി. ശ്ലോകം 46. ശാധ്യസ്മാനി ഈശിതവ്യേഷ നിഷ്പാപാൻ കുരുന പ്രഭോ പുമാൻ യശ്രദ്ധയാദിഷ്ടം ചോദയാനാവിമുച്യതേ. ശാധി അസ്മാൻ ഈശിതവ്യ ഈശ നിഷ്പാപാൻ കുരു ന പ്രഭോ പുമാൻ യശ്രദ്ധയ ആദിഷ്ടം ചോദനായ വിമുച്യതേ. ഈശിതവ്യ ഈശ, ശാസിക്കപ്പെടാൻ യോഗ്യന്മാരായവരുടെയും ശാസാവായുള്ളവൻ, അതായത് ബ്രഹ്മാദി ദേവന്മാരുടെയും ശാസിതാവായുള്ളവൻ. പ്രഭോ, എല്ലാറ്റിനും ശക്തിയുള്ളവനെ, അസ്മാൻ ഞങ്ങളെ ശാസിച്ചാലും, നിഷ്പാപാൻ പാപരഹിതരായിട്ട് ഞങ്ങളെ കുരു ചെയ്താലും, ഞങ്ങളെ പാപത്തിൽ നിന്ന് വിമുക്തരാക്കിയാലും, യശ്രദ്ധയായ യാതൊരുവൻ ശ്രദ്ധയോടുകൂടി ആദിഷ്ടൻ അനുഷ്ഠിച്ചു വരുന്ന പുമാൻ പുരുഷൻ ചോദനായ പ്രേരണയിൽ നിന്ന് വിമുച്യതയെ മോചിക്കപ്പെടുന്നു. അപ്പോൾ പുണ്യപാപ കർമ്മങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്ന സകല ജീവന്മാരെയും വേണ്ടവിധം ശാസിച്ച് സന്മാർഗത്തിൽ സഞ്ചരിക്കാൻ തക്കതായ അലയോ മഹേശ്വര, അപ്പൊ ഏതു വിധമായ ഞങ്ങളുടെ പാപം നശിക്കുമോ ആ വിധത്തിൽ ഞങ്ങളെ ശാസിച്ചാലും എന്ന് ബലി പറയുകയാണ്. ഏതു വിധമായാൽ അങ്ങയെ തന്നെ ആശ്രയിച്ച് ഞങ്ങളുടെ സകല കർമ്മങ്ങളെ അങ്ങേക്കായി സമർപ്പിച്ച് വിധി നിഷേധ രൂപമായ വേദവാക്യങ്ങളുടെ പ്രേരണയിൽ നിന്ന് ഒട്ടൊഴിഞ്ഞവരായി ഭവിക്കുമോ ആ വിധം ഞങ്ങളെ ശാസിക്കണം. എന്നിട്ട് ഞങ്ങളെ നേർവഴിക്ക് നടത്തണം എന്ന് പറയുകയാണ്. ശാധ്യസ്മാൻ ഈശിതവ്യേശ നിഷ്പാപാൻ കുരുന പ്രഭോ പുമാനുശ്രദ്ധയാദിഷ്ടം ചോദനായ വിമുച്യതേ. ശ്ലോകം 47. ശ്രീ ഭഗവാൻ ഉവാച ആസൻ മരീചേ ഷഡ്പുത്ര ഊർണായാം പ്രഥമേന്തരേ ദേവ കം ജഹസുർ വീക്ഷ്യ സുതാം യഭിതുമുദ്യമം. ആസൻ മരീചേ ഷഡ്പുത്ര ഊർണായാം പ്രഥമേ അന്തരേ, ഒന്നാമത്തെ മന്വന്തരം, അതായത് സ്വയംഭൂ മന്വന്തരാണല്ലോ ഒന്നാമത്തെ മന്വന്തരം. ആ ഒന്നാമത്തെ മന്വന്തരത്തിൽ മരീചയ്ക്ക് ഊർണ എന്ന ഭാര്യയിൽ ഷഡ്പുത്ര 6 പുത്രന്മാർ ഉണ്ടായി. ആസൻ ഉണ്ടായി. ആ ദേവന്മാർ സുതാം പുത്രിയെ യഭിതും ചേരുവാനായിക്കൊണ്ട് ഉദ്യത പരിശ്രമിക്കുന്ന കം ബ്രഹ്മാവിനെ വീക്ഷ കണ്ടിട്ട് ജഹസു ചിരിച്ചു. അപ്പൊ ബ്രഹ്മാവിൽ നിന്നാണല്ലോ മരീചി അത്രയും എല്ലാവരും ഉണ്ടായത്. അപ്പൊ ബ്രഹ്മാവിൽ നിന്നാണ് സരസ്വതിയും ഉണ്ടായി. അപ്പോൾ ഉണ്ടായപ്പോൾ സരസ്വതിയുടെ സൗന്ദര്യം കണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? സരസ്വതിയെ പ്രാപിക്കാനായി പോയി. അപ്പം സരസ്വതി മകളാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഈ മരീചിയിൽ ഊർണയ്ക്കുണ്ടായിരുന്ന ഈ 6 മക്കളും ചിരിച്ചു, പരിഹസിച്ചു.
അച്ഛൻ മകളുടെ പുറകെ പോകുന്നു, പരിഹസിച്ചു. ശ്രീഭഗവാൻ വാച ആസന്മരീജേ ഷഡ്പുത്ര ഊർണായാം പ്രഥമേന്തരേ ദേവാകം ജഹസുർ ഭീഷ്യ സുതാം യഭിതുമുദ്യതം. ശ്ലോകം 48. തേനാസുരീം അഗൻ യോനിം അധുനാവദ്യ കർമ്മണ ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായയാം. തേന അവദ്യ കർമ്മണ തേന ആസുരീൻ അഗൻ യോനീം അധുന അവദ്യ കർമ്മണ. തേന അവദ്യ കർമ്മണ, ആ പാപകർമ്മത്താൽ ആസുരീം യോനിയും ആസുരിയായ യോനിയെ അഗൻ പ്രാപിച്ചു. അപ്പൊ ബ്രഹ്മാവ് അവരെ ശപിച്ചു, ആസുരി യോനിയിൽ പ്രാപിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഹിരണ്യകശിപുവിൽ നിന്നും ജാത, അവര് ഹിരണ്യകശിപുവിന്റെ മക്കളായി അവർ ജനിച്ചു. ഇപ്പോൾ യോഗമായയാൽ അവർ നീത നയിക്കപ്പെട്ടു. ഇപ്പോൾ യോഗമായ ശക്തി കൊണ്ട് വേറൊരു യോനിയിലേക്ക്, അതായത് ദേവകിയിലേക്ക് അവരെ നയിച്ചു. തേനാസുരി നഗൻ യോനീം അധുനാ അവദ്യ കർമ്മണ ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായയാം. ശ്ലോകം 49. ദേവക്യാ ഉദരേ ജാത രാജൻ കംസ വിഹിംസിത സാതാൻ ശോച്യത്യാത്മജാൻ സ്ഥാൻ സ്തേ ഇമേ അത്യാസദേ അന്തിദേ. ദേവക്യ ഉദരേ ജാത രാജൻ കംസ വിഹിംസിത. രാജാവേ, ദേവകിയുടെ ഉദരത്തിൽ ജാത ജനിച്ചവർ. അപ്പൊ ഹിരണ്യകശിപുവിന്റെ മക്കളായിട്ട് പിന്നീട് ദേവകിയുടെ ഉദരത്തിൽ അവർ ജനിച്ചു. കംസവിഹിംസ, കംസനാൽ കൊല്ലപ്പെട്ടവരായി അവൾ സ്വാൻ ആത്മജാൻ, സ്വപുത്രരായ താൻ, അവരെ കുറിച്ച് ശോചതി ദുഃഖിക്കുന്നു. അപ്പോ ദേവകിക്ക് തന്റെ 6 പുത്രന്മാർ മരിച്ചതിനെ കുറിച്ച് ദേവകി ദുഃഖിക്കുന്നു. ഇവർ തേ അന്തി, അങ്ങയുടെ സമീപത്തിൽ അത്യാസതെ അധിവസിക്കുന്നു. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇപ്പോ ആ മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അവരിപ്പോ അങ്ങയുടെ അരികിലാണ് എന്ന് കൃഷ്ണൻ ആരോട് പറഞ്ഞു? ബലിയോട് പറഞ്ഞു. ദേവക്യ ഉദരേ ജാത രാജൻ കംസ വിഹിംസിത സാതാൻ ശോചത്യാത്മജാൻ സ്വാം സ്തേയിമേ അത്യാസതേന്തിതേ. ശ്ലോകം 50. ഇത ഏതാൻ പ്രണേക്ഷ്യാമോ മാതൃശോക അപനുത്തയേ തതശാപാത് വിനിർമുക്ത ലോകം വ്യാസ്യന്തി വിജ്വരാം. ഇതഹ ഏതാൻ, ഇവിടെ നിന്ന് ഇവരെ പ്രണേഷ്യാമോ മാതൃശോക അനുപത്തയെ, മാതാവിന്റെ ദുഃഖത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് പ്രണേഷ്യാമ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇവരെ കൊണ്ടുപോവുകയാണ്. തതഹ അനന്തരം ശാപത്തിൽ നിന്ന് വിനിർമുക്ത, അപ്പോൾ അവര് ശാപത്തിൽ നിന്ന് മുക്തരാകും. വിജ്വര, ദുഃഖമില്ലാത്തവരായി ദേവലോകത്തെ യാനം ചെയ്യും. അപ്പൊ ഞങ്ങളിപ്പോ കൊണ്ടുപോവുകയാണ്. അപ്പൊ അവർക്ക് പിന്നെ ശാപമോക്ഷം കിട്ടി അവർ ദേവലോകത്തേക്ക് പോവുകയും ചെയ്യും. ഇത ഏതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തതേ തതശാപാത് വിനിർമുക്ത ലോകം വ്യാസ്യന്തി വിജ്വര. ശ്ലോകം 51. സ്മരോ ഉദ്ഗീത പരിഷംഗ പതംഗക്ഷുത്ഭൃത്കൃണി ഷഡ്മേ മത്പ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിയും. അവരുടെ സ്മരോ, സ്മരൻ, ഉദ്ഗീതൻ, പരിഷങ്കൻ, പതംഗം, ക്ഷുത്ഭൃത്, കൃണി, ഷഡ്യമേ, ഇങ്ങനെ ഉള്ള 6 പേര് മത്പ്രസാദേന, എന്റെ അനുഗ്രഹത്താൽ പിന്നെയും സദ്ഗതി, മോക്ഷത്തെ യാസ്യന്തി, പ്രാപിക്കും. അപ്പൊ ഈ 6 പേര് എന്റെ അനുഗ്രഹം കൊണ്ട് പിന്നീട് മോക്ഷം പ്രാപിക്കും. സ്മരോ ഉദ്ഗീത പരിഷംഗ പതംഗ ക്ഷുദ്രഭൃത്കൃണി ഷഡിമേ പ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിം. ശ്ലോകം 52. ഇത്യുക്താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരപദീമേത്യ മാതുപുത്രാനയച്ഛതാം. ഇതി ഉക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരപദീം ഏത്യ
മാതുഹു പുത്രാൻ അയച്ചതാം. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് ഇന്ദ്രസേനേന മഹാബലിയാൽ പൂജിക്കപ്പെട്ട അവർ രണ്ടുപേർ താൻ ആ പുത്രന്മാരെ സമാധായ എടുത്തുകൊണ്ട് പിന്നെ ദ്വാരകയെ ഏത്യ പ്രാപിച്ചിട്ട് മാതാവിന് പുത്രന്മാരെ അയച്ചതാം കൊടുത്തു. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ബലരാമനെയും ശ്രീകൃഷ്ണനെയും മഹാബലി പൂജിച്ചു. എന്നിട്ട് അവരാ 6 പുത്രന്മാരെയും കൊണ്ട് ദ്വാരകയിലേക്ക് വന്നു. മാതാവിന് പുത്രന്മാരെ സമർപ്പിച്ചു. ഇത്യുക്താ താൻ സമാധായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീമേത്യ മാതുപുത്രാനയച്ചതാം. ശ്ലോകം 53. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനീം പരിഷജ്വാംഗമാരോപ്യ മൂർത്യന് അജിഖ്രത് അഭീഷ്ണശാം. താൻ ദൃഷ്ട്വാ ബാലകാൻ, താൻ ബാലകാൻ ദൃഷ്ട്വാ, ആ ബാലകന്മാരെ കണ്ടിട്ട് പുത്രസ്നേഹസ്നുതസ്തനീം, സ്നേഹത്താൽ ഒഴുകിയ സ്തനങ്ങളോടുകൂടിയ ദേവകി പരിഷജാലിംഗനം ചെയ്തിട്ട് അംഗം മടിയിൽ ആരോപ്യ കയറ്റിയിട്ട് മൂർധാവിൽ അഭീഷ്ണശ പല പ്രാവശ്യം അജിഖ്രത് ചുംബിച്ചു. അപ്പൊ കുട്ടികളെ മടിയിലിരുത്തി. അപ്പോൾ മുലപ്പാല് ചുരന്നു വന്നു. എന്നിട്ട് വളരെ സ്നേഹത്തോടുകൂടി തലയിൽ ചുംബിച്ചു. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനി പരിഷജ്യ അംഗമാരോപ്യ മൂർധന്യജിഖ്രത് അഭീഷ്ണശാം. ശ്ലോകം 54. അപായയത് സ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത മോഹിത മായയാ വിഷ്ണോർ യയാ സൃഷ്ടി പ്രവർത്തതേ. അപായയത് സ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത, പുത്രന്മാരുടെ സ്പർശം നിമിത്തം ഒഴുകിയ സ്തനങ്ങളോടുകൂടിയ അവൾ വിഷ്ണോഹോ മായയ, വിഷ്ണുവിന്റെ മായ കൊണ്ട് മോഹിച്ചവളായി പ്രീത സന്തുഷ്ടയായിട്ട് സ്തനത്തെ അപായ കുടിപ്പിച്ചു. അപ്പൊ വിഷ്ണുവിന്റെ മായയിൽ മോഹിച്ച് അവര് ദേവകി എന്ത് ചെയ്തു? കുട്ടികളെ മുലപ്പാലൂട്ടി. യാതൊന്നിനാൽ സൃഷ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ ഏതൊരു മായയാൽ മോഹിതരായ സ്ത്രീ പുരുഷന്മാർ പുത്രാദികളെ ആഗ്രഹിച്ച് വിഷയത്തിൽ പ്രവർത്തിക്കുന്നുവോ, ആ സൃഷ്ടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ മായയാൽ മോഹിതയായ ദേവകി പുത്ര സ്പർശം നിമിത്തം ഒഴുകുന്ന പാലോടുകൂടി അവർക്ക് മുലപ്പാൽ കുടിക്കാൻ കൊടുത്തു. മായയിൽ മോഹിച്ചാണ് അങ്ങനെ വരുന്നത്. അപായത് സ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത മോഹിത മായയാ വിഷ്ണു യയാ സൃഷ്ടി പ്രവർത്തകേ. ശ്ലോകം 55. പീത്വാമൃതം പയ തസ്യാ പീതശേഷം ഗതാഭൃത നാരായണാംഗ സംസ്പർശ പ്രതിലപ്ത ആത്മദർശന. പീത്വാ അമൃതം പയഃ തസ്യ പീതശേഷം ഗതാഭൃത, ഗത ധരിച്ചിരിക്കുന്ന, അതായത് ശ്രീകൃഷ്ണന്റെ പീതശേഷം, ശ്രീകൃഷ്ണൻ കുടിച്ചതിന്റെ അവശിഷ്ടമായ തസ്യാഹ, അവളുടെ അമൃതമായ പയസിനെ. അപ്പൊ കൃഷ്ണൻ ആണല്ലോ ആദ്യം പാല് കുടിച്ചത് അവിടെ കാരാഗ്രഹത്തിൽ വെച്ച്. അപ്പൊ അങ്ങനെ ആ അമൃതം കൃഷ്ണൻ കുടിച്ചതിന്റെ മിച്ചമായപ്പോൾ എന്ത് ചെയ്തു? ആ പാല് അമൃത തുല്യമായി. അമൃതരൂപമായ പാലിനെ പീത്വ കുടിച്ചിട്ട് നാരായണ അംഗസ്പർശ പ്രതിലപ്ത ആത്മദർശന, നാരായണന്റെ, ഭഗവാൻ കൃഷ്ണന്റെ അംഗസ്പർശ നിമിത്തം ലഭിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവരായി അവർ ഭവിച്ചു. അതായത് ഭഗവാൻ സ്പർശിച്ചപ്പോൾ അവർക്ക് പൂർവ്വജന്മസ്മരണയുണ്ടായി. തങ്ങൾ ആദ്യം ആരായിരുന്നു? മരീചിയുടെ പുത്രനായിരുന്നല്ലോ. അപ്പൊ പൂർവ്വ ദേവന്മാരാണെന്നുള്ള ജ്ഞാനം അവർക്കുണ്ടായി. പീത്വാമൃതം പയസ്തസ്യ പീതശേഷം ഗതാഭൃത നാരായണാംഗ സംസ്പർശ പ്രതിലപ്താത്മദർശനാം. ശ്ലോകം 56. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീ പിതരം ബലം മിഷതാം സർവഭൂതാനാം
യയുർധാമ ദിവ ഉപസാം തേ നമസ്കൃത്യ ഗോവിന്ദ. അവർ ഗോവിന്ദം അതുപോലെ ദേവകി പിതരം ബലം നമസ്കൃത്യ. അവർ ഗോവിന്ദനെ കൃഷ്ണനെയും ദേവകിയെയും പിതരം പിതാവിനെ വസുദേവരെയും ബലം ബലരാമനെയും നമസ്കരിച്ചിട്ട് മിഷതാം സർവഭൂതാനാം മിഷതം സകല ഭൂതങ്ങളും എല്ലാ ജനങ്ങളും മിഷതം കണ്ടുകൊണ്ടിരിക്കെ ദിവൗവസാം ദേവന്മാരുടെ ധാമസ്ഥാനത്തേയോ ദേവന്മാരുടെ അതായത് ദേവലോകത്തേക്ക് പോയി. എല്ലാവരെയും നമസ്കരിച്ച് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയെ അവർ ദേവലോകത്തേക്ക് പോയി. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം പിതരം ബലം മിഷതാം സർവഭൂതാനാം യയുർധാമ ദിവൗഹസാം. ശ്ലോകം 57. തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃദാഗമന നിർഗമം മേനേ സുവിസ്മിതാമായ കൃഷ്ണസ്യ ചരിതാം നൃപാം. തം ദൃഷ്ട്വാ ദേവകീ ദേവിയായ ദേവകി തം മൃദാഗമന നിർഗമം മരിച്ചവരുടെ വരവും പോക്കും ദൃഷ്ട്വ കണ്ടിട്ട് സുവിസ്മിത ഏറ്റവും വിസ്മയിച്ചവളായി മരിച്ചുപോയ പുത്രന്മാർ വന്നു അതാ തിരിച്ച് ദേവന്മാരായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതിശയിച്ച് ഹേ രാജാവേ കൃഷ്ണന്റെ രചിത ഉണ്ടാക്കപ്പെട്ട മായയായിട്ട് മേനിരെ വിചാരിച്ചു. അപ്പൊ ഇതെല്ലാം കൃഷ്ണന്റെ മായയാണെന്ന് ദേവകിക്ക് മനസ്സിലായി. തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃദാഗമന നിർഗമം മേനേ സുവിസ്മിതാമായ കൃഷ്ണസ്യ രചിതാം നൃപാം. ശ്ലോകം 54. ഏവം വിധാന്യ അത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മന വീര്യാണി അനന്തവീരസ്യ സന്ധ്യനന്താനി ഭാരത. ഹേ ഭാരത കുലശ്രേഷ്ഠ, അനന്തവീര്യസ്യ അവസാനമില്ലാത്ത പരാക്രമണങ്ങളോടുകൂടിയ പരമാത്മാവായ കൃഷ്ണന്റെ ഏവം വിധാനി അനന്താനി ഇപ്രകാരമുള്ള അളവില്ലാത്തവയും അത്ഭുതാനി ആശ്ചര്യകരങ്ങളുമായ വീര്യങ്ങൾ സന്ധി ഉണ്ട്. അപ്പൊ അങ്ങനെ പരിച്ഛേദിക്കാൻ കഴിയാത്ത പരാക്രമങ്ങളോടുകൂടിയ പരമാത്മാവായ കൃഷ്ണന്റെ ഇപ്രകാരമുള്ള വീര്യങ്ങൾ അത്ഭുതങ്ങളായിട്ട് ഇനിയുമുണ്ട് അനന്തങ്ങൾ. അപ്പൊ ഇതാ അത്ഭുത വീര്യങ്ങൾ കുറെ പറഞ്ഞു തന്നു. ഇനി ഇതുപോലത്തെ അനന്തവീര്യങ്ങൾ ഭഗവാന് ഉണ്ട്, അത്ഭുതങ്ങൾ ഉണ്ട്. ഏവം വിധാന്യ അത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മന വീര്യാണി അനന്തവീര്യസ്യ സന്ധ്യനന്താനി ഭാരത. സൂതവാച. ശ്ലോകം 59. ഇദം മനുഷൃണോതി ശാവയോദ്വാ മുരാരേ ചരിതമൃതം കീർത്തയേർ വർണ്ണിതം വ്യാസപുത്രൈ ജഗദഖഭിദത് അലം തത്വക്തസത്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തക്ഷേമധാമ. യഹ ഇദം അനുശൃണോതി ശാവയോ വാ മുരാരേഃ ചരിതം അമൃതം കീർത്തയേ ഹേ വർണ്ണിതം വ്യാസപുത്രൈഃ ജഗത് അഖഭിദ് അലം തത് ഭക്ത സത്കർണപൂരം ഭഗവതി കൃതചിത്തഃ യാതി തക്ഷേമധാമ. അമൃതകീർത്തയെ മുരാരേ നാശരഹിതനായ കീർത്തിയോടുകൂടിയ മുരാരിയുടെ ഭഗവാന്റെ വ്യാസപുത്രനാൽ വർണ്ണിക്കപ്പെട്ടതും അലം ഏറ്റവും ജഗത് അഖഭിദ് ലോകപാപകരവും ഭക്ത സത്കർണപൂരം ഭക്തന്മാരുടെ കർണങ്ങൾക്ക് ആഭരണവുമായ തദിതം ചരിതം ആ ഭഗവാന്റെ ഈ ചരിത്രത്തെ യാതൊരുത്തൻ അനുശൃണോതി ആര് യാതൊരുത്തൻ അനുസരിച്ച് കേൾക്കുന്നുവോ ഷാവയേദ്വാ ശവിക്കുന്നുവോ ശവിപ്പിക്കുകയോ കേൾപ്പിക്കുകയോ ഭഗവാനിൽ കൃതചിത്ത ചെയ്യപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് തത് ക്ഷേമധാമ അവന്റെ ക്ഷേമമായ സ്ഥാനത്തെ യാതി പ്രാപിക്കുന്നു. അപ്പൊ ഈ കഥ കേൾക്കുന്നവന്റെയും കേൾപ്പിക്കുന്നവന്റെയും മനസ്സ് ഭഗവാനിൽ സ്ഥിരമായി നിൽക്കുകയും ശരീരാവസാനത്തിൽ ആ ഭക്തൻ പുനരാവർത്തി ഇല്ലാത്ത വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു.
അപ്പൊ ഏതു കാലത്തും നശിക്കാത്ത കീർത്തിയോടുകൂടിയ ഭഗവാന്റെ ഈ ചരിത്രം ശ്രീശുകൻ വർണ്ണിച്ചിരിക്കുന്നു. അതിന് ലോകത്തിന്റെ പാപത്തെ നിശേഷം നശിപ്പിക്കാൻ കഴിവുണ്ട്. ഭക്തന്മാർ ആ ചരിത്രം എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കാതുകൾക്ക് ആ ശ്രവണത്തേക്കാൾ ആദരിക്കത്തക്കത് മറ്റൊന്നുമില്ല. ഈ ചരിത്രം അവരുടെ കർണങ്ങൾക്ക് അലങ്കാരം അല്ലെങ്കിൽ പീയൂഷം തന്നെയാണ്, അമൃതിന് തുല്യം എന്നാണ്. മുഹരഹോ ഇത് ആദ്യത്തേല് പറയുമല്ല, ശുഖം പറയുമല്ല, വീണ്ടും വീണ്ടും ഇത് പാനം ചെയ്തോളൂ. ഭാഗവതം വീണ്ടും വീണ്ടും പീത്വ, വീണ്ടും വീണ്ടും കുടിച്ചോളൂ എന്നാണ്. ഭുവിഭാവുക, അല്ലയോ സംസാരികളെ, നിങ്ങൾ ഈ ഭാഗവതമാകുന്ന അമൃതം വീണ്ടും വീണ്ടും കുടിച്ചുകൊള്ളുക. വിവിധ ഭാഗവതം രസമാലയം മുഹരഹോ രസിക ഭുവിഭാവുക എന്ന് ആദ്യത്തേതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അമൃതതുല്യമായ ഇത് വീണ്ടും 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 കാതിൽ കൂടി പാനം ചെയ്യുക. കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാന്റെ കഥ നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുന്നു. നമുക്ക് സംസാരത്തിൽ നിന്നും കരകയറാനുള്ള ഒരു തോണിയാണിത്. ഇത് വീണ്ടും നമുക്ക് ജനനമില്ലാത്ത ആ സ്ഥാനത്തേക്ക്, വൈകുണ്ഠ സ്ഥാനത്തിൽ നമ്മെ എത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ഭാഗവത കഥ, ഭഗവാന്റെ ഭാഗവത കഥ വീണ്ടും വീണ്ടും പാനം ചെയ്തോളൂ. സൂതവാച ഐതമനുശൃണോതി ക്ഷാവയോദ്വാ മുരാരേ ചരിതമൃത കീർത്തേർ വർണ്ണിതം വ്യാസപുത്രൈ ജഗതകപിതലം തദ്ഭക്ത സത്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതിതക്ഷേമധാമ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മൃതാഗ്രജ അനയനം നാമ പഞ്ചാശീതിതമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.